ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നൊരു ചാലഞ്ച് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. ഗസ്ത കാർട്ടൂൺ ചാലഞ്ച് പാർട്ട് 2 ഗൈസ്. നമ്മൾ നാളെന്നല്ല ഒരു 5-6 മാസം മുമ്പ് നമ്മൾ പാർട്ട് 1 ചെയ്തത് ഗസ്ത കാർട്ടൂൺ ചാലഞ്ചിൻ്റെ ഗൈസ്. ഇന്ന് പാർട്ട് 2 ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഗൈസ്. പിന്നെ വേറൊരു കാര്യം, അന്ന് ചില്ലിച്ചനം ചെയ്തില്ലേ, ചില്ലിച്ചനം ചെയ്തതിന് ശേഷം എനിക്ക് ഇൻസ്റ്റയിലൊന്ന് മെസ്സേജ് ചെയ്യാമെന്ന് പറയാം. പാർട്ട് 2 എന്തായാലും ഇന്ത്യ ചെയ്യാൻ കഴിയില്ല. വേണമെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ടഫുള്ള എന്തെങ്കിലും ഒരു ചാലഞ്ച് ചെയ്യും. എന്തായാലും ഞാനൊരു അങ്ങനെ ചെയ്യണമെന്നുണ്ട് ഗൈസ്. ഒന്ന് നോക്കട്ടെ, ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ മാസം തന്നെ ഒരു വെടിക്കെട്ട് ചാലഞ്ചുമായിട്ട് ഞാൻ വരും ഗൈസ്, ഉറപ്പാണ് ഗൈസ്. പിന്നെ വേറൊരു കാര്യം, ജനനായകൻ്റെ ഫസ്റ്റ് സിംഗിള് ദീപാവലിക്ക് തിങ്കളാഴ്ച 6 മണിക്ക് വരും. ഐ എം വെയിറ്റിംഗ് ഗൈസ്. നമുക്ക് നമ്മളെ ചലഞ്ച് വീട്ടിലേക്ക് കിടക്കാം. എല്ലാവരും ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് അടിക്കുക, അതുപോലെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്ക് തന്നെ ചലഞ്ച് വീട്ടിലേക്ക് പോവാം ഗൈസ്. ഫസ്റ്റത്തെ ഫോട്ടോ ഞാൻ കൊടുക്കാം. കാർട്ടൂൺ ചലഞ്ചാണ്. ഒരു കാർട്ടൂണിൻ്റെ പോസ്റ്റർ കാണിക്കും, അതേത് കാർട്ടൂണാണ് നമ്മൾ പറയുക. എത്ര ഗൈസ്, സിമ്പിളാണ്. ഗൈസ്, നമുക്ക് ഫസ്റ്റത്തെ ഫോട്ടോയിലേക്ക് പോവാം ഗൈസ്. പാണ്ട ഗൈസ്. ഇത് കാണുമ്പോൾ എനിക്ക് 2 കാർട്ടൂൺ മനസ്സിൽ വന്നിട്ടുണ്ട്. ഒന്ന് കുൻഫു പാണ്ടിയും പിന്നെ മറ്റേ ദ ഡേഞ്ചർ പാണ്ടിയും. ഇതിൻ്റെ നേതാവുന്നൊരു സംശയമുണ്ട് ഗൈസ്. നമുക്ക് കുൻഫു പാണ്ട പറയാം ഗൈസ്. നിങ്ങളേതാ പറയുന്നത് ഗൈസ്? നിങ്ങൾക്ക് എത്ര പോയിൻ്റ് ആയിരുന്നു ഗൈസ്? താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഏകദേശം ഇപ്പോൾ കുറച്ച് ഫോട്ടോസ് ഉണ്ടാവും, എത്രയാണെന്നൊക്കെ ഓർമ്മയില്ല ഗൈസ്. എന്തായാലും ഇത് കുൻഫു പാണ്ട ഞാൻ പറയുന്നത് ഗൈസ്. നമുക്ക് ആൻസർ നോക്കാം. കുൻഫു പാണ്ട ആയിരിക്കും ഗൈസ്. കറക്റ്റാണ്, കുൻഫു പാണ്ട. കുൻഫു വേറെ സ്പേസ് ഉണ്ടല്ലേ, കുൻഫു പാണ്ട ഗൈസ്. അങ്ങനെ ആദ്യത്തെ കാർട്ടൂൺ ഞാൻ കറക്റ്റാക്കിയിരിക്കുന്നു ഗൈസ്. 1 പോയിൻ്റ് നേടി ഗൈസ്. നമുക്ക് രണ്ടാമത്തെ കാർട്ടൂൺ നോക്കാം ഗൈസ്. ഇത് കാർട്ടൂണല്ലേ, ഇത് പടമല്ലേ ഗൈസ്? ഇത് ഒരു സിനിമയാണ് മറ്റേ. അയ്യോ, ഇത് കാർട്ടൂണല്ല, ഇത് ആനിമേഷൻ മൂവി ഗൈസ്. ഇതൊരു ആനിമേഷൻ മൂവിയാണ്. ഞാൻ ഇത് കണ്ടിന്, പേര് മറന്നുപോയി. അയ്യോ ഗൈസ്, ഇതുണ്ടല്ല ഒരു ഫോണിൻ്റെ പേര് പോലത്തെയാണ് ഗൈസ്. നമുക്ക് എന്തോ അങ്ങനെയാണ് തോന്നുന്നത് ഗൈസ്. വിവോ അതന്നെ ഗൈസ്, വിവോ തന്നെ ഗൈസ്. ഞാൻ കണ്ടില്ല ഗൈസ്, ഇത് നെറ്റ്ഫ്ലിക്സിൽ ഞാൻ കണ്ടില്ല. ഇത് കാർട്ടൂൺ അല്ല ഗൈസ്, ഇത് ആനിമേഷൻ മൂവി. 2.5 മണിക്കൂറുണ്ട് ഇത് ഗൈസ്. ഞാൻ പറഞ്ഞത് വിവോ ആണ് ഗൈസ്. നമുക്ക് ആൻസർ നോക്കാം ഗൈസ്. കറക്റ്റ് തന്നെ വിവോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടിനിത് നെറ്റ്ഫ്ലിക്സ് കണ്ടത് ഗൈസ്. അടിയിൽ നോക്കറാ, August 6 നെറ്റ്ഫ്ലിക്സ് ഗൈസ്. കിട്ടില്ല സാധനം ഗൈസ്. ഫുൾ കോമഡിയും പിന്നെ ഇമോഷൻസ് എല്ലാം ഉള്ള കിട്ടില്ല പടം ഗൈസ് ഇത്. പിന്നെ ഗൈസ് ഇത് 2.5 മണിക്കൂറുണ്ട്. ഇത് കാർട്ടൂണൊന്നുമല്ല, ഇതെന്താന്ന് കാർട്ടൂൺ ചാലഞ്ചിൽ ഇതെല്ലാം തന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്താൽ മാറിപ്പോയിട്ടുണ്ടോ ഒരു ചെറിയ സംശയം. ചിലപ്പോൾ ഇനി മോഹൻലാലിൻ്റെ പടം വരുമോ എന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്ക് അടുത്ത കാർട്ടൂൺ നോക്കാം ഗൈസ്. രണ്ടാമത്തെ കാർട്ടൂൺ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്, 2 പോയിൻ്റ് നേടിയിട്ടുണ്ട് ഗൈസ്. അടുത്ത് നോക്കാം ഗൈസ്. ഇത് എന്താ ഗൈസ്? കുറേ ആനിമൽസിനെ കാണുന്നുണ്ട് ഗൈസ്. എല്ലാ വർഗത്തിലുള്ള ആനിമൽസും ഉണ്ട്. ആ റോട്ടിലാണ് എല്ലാം ഉള്ളത് ഗൈസ്. ഞാൻ ഇത് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. പോസ്റ്ററൊന്നും ഇനിയിത് ഞാൻ പറയുന്നത് ഒരു ചിലപ്പോൾ ഇത് കാർട്ടൂൺ ആയിരിക്കില്ല, ചിലപ്പോൾ ഇതൊരു പടമായിരിക്കും. ഒന്നും പറയാൻ കഴിയില്ല ഗൈസ്. ഗൈസ് ഇതേതാ നമുക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് കിട്ടിയോ? എനിക്ക് കിട്ടുന്നില്ല ഗൈസ്. നമുക്ക് ആൻസർ നോക്കാം, വെറുതെ വെച്ച് നിൽക്കുന്നില്ല. കിട്ടാതെ നമുക്ക് അപ്പടപ്പട് ആൻസർ നോക്കിപ്പോവാം ഗൈസ്. ആൻസർ നോക്കാം. സൂട്ടോഫിയ മാർച്ച് 4 ഇൻ 3D ആൻഡ് റിയൽ D3D ഫ്രം ദ ക്രിയേഷൻസ് ഓഫ് ഫ്രോസൺ. ഫ്രോസൻ്റെ ക്രിയേഷൻ അവരാ ചെയ്തിട്ടാ. ബിഗ് ഹീറോ 6 അവരെല്ലാം ചെയ്തതാണ്. അല്ല അങ്ങനെയല്ല, ഫ്രോസണും ബിഗ് ഹീറോ 6ഉം അത് ചെയ്തവരാണ് ഈ സൂട്ടോഫിയ ചെയ്തതെന്നാണ് പറയുന്നത്. ഡിസ്നപ്പിലാണ് ഗൈസ്. ഞാൻ ഇതറിയാം, എനിക്ക് ഇങ്ങനത്തെ കാർട്ടൂൺ ഉള്ളതെന്നെ അറിയില്ല ഗൈസ്. ഇത് പടമാണോ കാർട്ടൂണോ ഒന്നും അറിയില്ല. 3D എന്നെല്ലാം കാണിക്കുന്നുണ്ട്, പടമാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്, എനിക്കറിയില്ല ഗൈസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അങ്ങനെ 3 എണ്ണം ചെയ്ത് 2 എണ്ണം ശരിയാക്കിയിട്ടുണ്ട്. 3ാമത്തെ പാളിപ്പോയി ഗൈസ്. 4ാമത്തെ നോക്കാം ഗൈസ്. ഇതെന്തോ ഒരു കപ്പിൾ കാർട്ടൂൺ ആണോ എന്നൊരു സംശയമുണ്ട് ഗൈസ്. ഗൈസ് ഇത് ഫ്രോസണാ? അല്ല, ഫ്രോസൺ എന്തായിരുന്നു? ഫ്രോസൺ അല്ലേ, മറ്റേ ഒരു മഞ്ഞ് ഇതിലുള്ള അതന്നെ ഗൈസ്. ഫ്രോസൺ ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഞാൻ ഫ്രോസൺ എന്നാണ് പറയുന്നത്. ചിലപ്പം കറക്റ്റ് ആവാം, ചിലപ്പം കറക്റ്റ് ആവില്ല, ഒന്നും പറയാൻ കഴിയില്ല ഗൈസ്. ഫ്രോസൺ ആണ് ഞാൻ പറയുന്നത്. നോക്കാം, ആൻസർ നോക്കാം. അല്ല ഗൈസ്, ഫ്രോസൺ അല്ല, സിൻഡറല്ല ഗൈസ്. ഇത് കാർട്ടൂൺ അല്ല, ഇതും പടമല്ലേ?
സിൻഡ്രല്ല ഞാൻ കേട്ടിട്ടുണ്ട്. കാർട്ടൂൺ തന്നെയാമോ? ഞാൻ ഇത് കണ്ടിട്ടില്ല ഗൈസ്. ഞാൻ കാണുന്ന കാർട്ടൂൺ, ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കാണുന്ന കാർട്ടൂണ് ഒന്ന് ഡോറ, ഒന്ന് ഓഗി, പിന്നെ ചാക്കി ചാൻ, പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നല്ലോ ഒരു തലയിൽ തൊപ്പിയിട്ടിട്ട് വരുന്നൊരു സാധനം, ബുജ്ജി അല്ല ബുജ്ജി ഡോറേൻ്റെ അകത്തുള്ളതന്നെയല്ലേ? ഓക്കെ. 3 കാർട്ടൂൺ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കാണാനില്ല ഗൈസ്. ഇപ്പം ഞാൻ അങ്ങനെ കാർട്ടൂൺ കാണില്ല. ഇപ്പം ഞാൻ ആനിമേഷൻ മൂവി ചിലപ്പം കാണുന്നുണ്ട്, ആനിമേഷൻ മൂവിയെ ഗൈസ്. 3-ാമത്തെ സിൻഡ്രല്ല, 4-ാമത്തെ സിൻഡ്രല്ലായിരുന്നു ഗൈസ്. അങ്ങനെ 2 പോയിൻ്റ് ഇപ്പം നമുക്കുള്ളൂ ഗൈസ്. നമുക്ക് 5-ാമത്തെ നോക്കാം ഗൈസ്. ഇതേതാ? ഞാൻ ഇതുവരെ കാണാത്ത കാർട്ടൂണല്ലേ ഇത് കേസ്. അറിയില്ല കേസ്. നമുക്ക് വെറുതെ നിൽക്കണ നമുക്ക് ആൻസർ നോക്കാം കേസ്. ഒക്കെ അറിയില്ല, നോക്കാം ആൻസർ നോക്കാം. ചേഞ്ച് ഫോർ യുവർ മാൻ, ദ FW ഗൈസ്. ഇത് ഡിസ്നി പിക്ചേഴ്സ് പ്രസൻസ് എന്ന് കാണിക്കുന്നത് ഗൈസ്. ഇതൊരു പടമാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇത് കൂടുതൽ ആനിമേഷൻ മൂവി ഗൈസ്, കാർട്ടൂണൊന്നുമല്ല. ആകെ കാർട്ടൂൺ ഉണ്ടായത്, കാർട്ടൂൺ ഉണ്ടായില്ല, എല്ലാം ആനിമേഷൻ മൂവിയല്ലേ ഇപ്പോൾ ഉണ്ടായിന്. ഇതിപ്പോൾ കാർട്ടൂൺ ചാലഞ്ച് ഒന്നുമല്ല, ആനിമേഷൻ മൂവി ചാലഞ്ച് ആയല്ല ഗൈസ്. അങ്ങനെ 6-ാമത്തതും നമുക്ക് നഷ്ടമായിരിക്കുന്നു. 2 പോയിൻ്റേ ഉള്ളൂ എനിക്ക്. എന്നാൽ ചേഞ്ച് ഫോർ യുവർ മാൻ എന്ന ഗൈസ് കാർട്ടൂണിൻ്റെ പേര്. നമുക്ക് അടുത്ത് നോക്കാം ഗൈസ്. അയ്യോ ഗൈസ്, അടുത്തതും കിട്ടാത്തൊരു സാധനം വന്നിട്ടുണ്ട്. അയ്യോ ഇതെന്താ? ബാക്കിൽ ആരോ ഓടിക്കുന്നുണ്ട് കേട്ടോ, മനസ്സിലായോ? ബാക്കിൽ ആരോ പിറകെ വരുന്നുണ്ട്. എന്തോ ഡോഗാന്ന് തോന്നട്ടോ ഗൈസ്. ഇത് കാർട്ടൂൺ തന്നെയാന്ന് തോന്നുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. ആൾക്ക് കിട്ടുന്നില്ല. ആൻസർ നോക്കാം. ടോയ് സ്റ്റോറി ഗൈസ്. ടോയ് സ്റ്റോറി ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. അപ്പോൾ ടോയ് സ്റ്റോറിക്ക് 1, 2, 3, 4, 5 എല്ലാം ഉണ്ട് തോന്നുന്നു ഗൈസ്. ഏതാ കണ്ടത് നമുക്ക് ഓർമ്മയില്ല ഗൈസ്. എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടോയ് സ്റ്റോറി നമുക്ക് 2 പോയിൻ്റേ ഉള്ളൂ. ഇനി ഒരു 3-ാമതൊരു പോയിൻ്റ് നമ്മൾ എടുക്കും തോന്നുന്നില്ല ഗൈസ്. എല്ലാം കിട്ടാത്ത സാധനമായിരുന്നു ഗൈസ്. നമുക്ക് അടുത്ത് നോക്കാം. ഗൈസ് ഇതുവരെ കാണാത്തൊരു പോസ്റ്റർ വന്നിട്ടുണ്ട് ഗൈസ്. ഇതെന്തോ ഒരു സെക്കൻഡ് പാർട്ട് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇതെന്തെങ്കിലും കാർട്ടൂണിൻ്റെ 2-ാം ഭാഗമായിരിക്കും ഗൈസ്. ബാക്കിൽ നോക്കാം, മറ്റേ ഈ ഡബിളിൻ്റെ അത് സാധനം സിമ്പിളുണ്ട് ഗൈസ്. എന്തായാലും 2ൻ്റെ സിമ്പിളുണ്ട്. അന്നേരം എന്തായാലും ഒരു 2-ാം ഭാഗമായിരിക്കാം ഗൈസ്. നമുക്ക് ആൻസർ നോക്കാം. 2-ാം ഭാഗം എന്ന് ഞാൻ പറയും. കണ്ട, ഇൻക്രെഡിബിൾസ് 2 ഗൈസ്. ഞാൻ എന്തിൻ്റെ 2-ാം ഭാഗം അതാണ്, ഇൻക്രെഡിബിൾസ് 2 ഗൈസ്. ഞാൻ ആദ്യമായിട്ട് തന്നെ കാണാം. ഇതെല്ലാം ഡിസ്നിപ്പാന്നല്ലോ, നമ്മളിപ്പോൾ നോക്കിയത് എല്ലാം ഡിസ്നി പിക്സാർ ഗൈസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 പോയിൻ്റേ ഉള്ളൂ ഗൈസ്. ഇത് ഗൈസ് ഇത് കാർട്ടൂണല്ല, ഇത് ഇതൊരു ആനിമേഷൻ മൂവി ഗൈസ്. എനിക്കറിയാം ഇത് ഗൈസ്. ഞാൻ മറ്റേ അൺബോക്സിലൂടെ അവർ ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്തെടുത്ത് ഞാൻ കണ്ടിരുന്നു. ഇതെന്തോ എന്താന്ന് എല്ലത്ത് തുടങ്ങുന്ന എന്തോ പേരാ ഗൈസ്, ഞാൻ മറന്നുപോയി. ലൂസിയ അങ്ങനെ എന്തോ ആണ് പേര് ഗൈസ്. നമുക്ക് ആൻസർ നോക്കാം. ലൂക്ക ഗൈസ്. അതന്നെ, ലൂസി അല്ല, ലൂക്ക ഗൈസ്. ഇതെന്താ അടിയിലെഴുതിയേ? ഒറിജിനൽ മൂവി സ്ട്രീമിങ് June 18. June 18 സ്ട്രീമിങ് ഗൈസ്. ഞാൻ ഇത് അൺബോക്സിൻ്റെ വീടിൻ്റെ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ഇട്ടായിരുന്നു ഞാൻ കണ്ടിരുന്നു ഗൈസ്, ഈ ആനിമേഷൻ മൂവീൻ്റെ ഗൈസ്. നമ്മളെ ഗസ്ഡ കാർട്ടൂൺ ചാലഞ്ച് പാർട്ട് 2 വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി ഗൈസ്. ഫോട്ടോ കഴിഞ്ഞ ഗൈസ്, ഇത്രയും ഫോട്ടോ ഉള്ളൂ. അതുകൊണ്ടാണ് ഗൈസ് കുറച്ചും കൂടി ഫോട്ടോ ഉണ്ട് ഗൈസ്. നല്ല വൈബ് ഉണ്ടായിരുന്നു നോക്കാം അങ്ങനെ ഇത് ചാലഞ്ച് ചെയ്ത് വരെ ഗൈസ്. ഇപ്പോൾ സമയം 5:15. എനിക്ക് ഈ വീഡിയോ 6 മണിക്ക് അപ്ലോഡ് ചെയ്യണം. അതുകൊണ്ട് ഇപ്പം തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പം തന്നെ പ്രോസസ്സെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് കൺവെർട്ടും ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം ഗൈസ്. തമ്മിലാക്കാൻ പോട്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഗൈസ് പറയുമ്പോൾ തെറ്റിപ്പോന്ന് ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ ഗൈസ്, ബൈ. അടുത്ത ചാലഞ്ച് വ്ളോഗ് ആയിട്ട് വരാം. ബൈ.